ലേക്ക് അമ്പിയാക്കന്മാരായ മുഴുവൻ അമ്പിയാക്കന്മാരും പഠിപ്പിച്ചു തന്ന മാർഗം, സഹോദരങ്ങളെ, ഈ മാർഗമായിരിക്കണം മുഅ്മിനുകളായ നാമും സ്വീകരിക്കേണ്ടത്, മുസ്ലിങ്ങളായ നാമും സ്വീകരിക്കേണ്ടത്. നമ്മളുടെ പ്രയാസങ്ങളും നമ്മുടെ ദുരിതങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും അകറ്റാൻ അള്ളാഹു നൽകിയ ശക്തമായ ആയുധമാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നത്, റബ്ബിനോട് ദുആ ചെയ്യുക എന്നത്. ആവർത്തിച്ചാവർത്തിച്ച് വിശുദ്ധ ഖുർആനിലെ താളുകളിലൂടെ റബ്ബ് പഠിപ്പിച്ചു തന്നു, അമ്പിയാക്കന്മാരുടെ ചരിത്രത്തിലൂടെ പഠിപ്പിച്ചു തന്നു. നിങ്ങൾ നോക്കൂ, പരീക്ഷകളുടെ ഓരോ ഘട്ടങ്ങളിലും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകൾ പലതും നാം കേൾപ്പിച്ചതാണ്. പ്രയാസങ്ങൾ വന്ന് മുട്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ, ബദറിന്റെ രണാങ്കണത്തിൽ ചുറ്റുഭാഗവും അതിശക്തമായി ഉഷ്ണവും ചൂടുമുള്ള സന്ദർഭം, മുമ്പിലാകട്ടെ പടക്ക് വേണ്ടി കൊതിച്ചു നിൽക്കുന്ന, മുസ്ലിങ്ങളുടെ രക്തത്തിന് വേണ്ടി കൊതിച്ചു നിൽക്കുന്ന ശത്രു സൈന്യം, അവരുടെ കയ്യിൽ എല്ലാവിധ യുദ്ധസന്നാഹങ്ങളുമുണ്ട്. നേതാക്കന്മാരവൻ സമൂഹത്തെ, മുസ്ലിങ്ങളെ കിട്ടിയാൽ കാർന്നു തിന്നാൻ, കശാപ്പ് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന സമൂഹം. അതാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൈ ഉയർത്തുന്നു. സാധാരണ ഉയർത്തലല്ല, ശക്തമായ ഉയർത്തൽ. ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ 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 ഇന്നി അശ്കൂ ഇലൈക ദുഅഫ ഖുവ്വതി വഖില്ലത ഹീലതി വഹവാനി അലന്നാസ്. അല്ലാഹുവേ, നിർവാഹമില്ല, എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ സൈന്യത്തോട് പൊരുതാൻ എനിക്ക് കഴിയില്ല നാഥ. ഇന്നി അശ്കൂ ഇലൈക ദുഅഫ ഖുവ്വതി, എന്റെ കഴിവ് ദുർബലമാണ് നാഥ. ആ ദുർബലമായ കഴിവിനെ കുറിച്ച് ഞാൻ നിന്നോട് ആവലാതി പറയുന്നു നാഥ. വഖില്ലത ഹീലതി, എനിക്ക് തന്ത്രമില്ല നാഥ, യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ അറിയാത്തവനാണ് നാഥ ഞാൻ. വഹവാനി അലന്നാസ്, ജനങ്ങളിതാ എന്നെ ചവിട്ടി മതിക്കുന്നു നാഥ, അവരെന്നെ ഇകഴ്ത്തുന്നു നാഥ, അവരെന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു നാഥ. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ആര്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം സമുദായം പഠിക്കേണ്ട ഏറ്റവും ശക്തമായ പാഠം നബി തിരുമേനി നമ്മോട് പറഞ്ഞു, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ശക്തമായ ആയുധമാണ് പ്രാർത്ഥന. പക്ഷെ നമ്മൾ മറന്നുപോയി, നമ്മുടെ ആയുധം ഏതാ? നമുക്ക് തെറ്റിപ്പറ്റിപ്പോയി. മുസ്ലിം സമുദായത്തിലെ ഭൂരിഭാഗത്തിനും തെറ്റുപറ്റിപ്പോയി. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശക്തമായ ആയുധം ഞാനും നിങ്ങളും ഉണ്ടാക്കുന്ന എന്തൊക്കെയോ സാധനങ്ങളാണെന്ന. ആ സാധനത്തിന്റെ പേര് ഈ സ്ഥലത്തിന്റെ മഹത്വം കൊണ്ട് ഞാൻ ഈ ഖുതുബയിൽ പറയുന്നില്ല. അങ്ങനെയാണ് പലരുടെയും ധാരണ. നേതാവ് പഠിപ്പിക്കുന്നു മുഹമ്മദ് മുസ്തഫ, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. നമുക്ക് സാധിക്കുമോ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മോട് ചോദിച്ചു, അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅ വയക്ഷിഫു സൂ. അള്ളാഹുവിന്റെ ചോദ്യം, ആരാണടോ യുജീബുൽ മുദ്ദറ ഇദാ ദഅ, കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ദുരിതം വന്ന് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം നൽകുക ആരാണ്? വയക്ഷിഫു സൂ, നിങ്ങളെ ആപത്തുകൾ മാറ്റിത്തരിക ആരാണ്? വയജ്അലുകും ഖുലഫാഅൽ അർദ്, നമുക്ക് ആവശ്യം അതല്ലേ? അതിനല്ലേ നമ്മൾ ആയുധമുണ്ടാക്കുന്നത്. ഭൂമിയിൽ അധികാരമുണ്ടാകണം, ഭൂമിയിൽ പ്രാതിനിധ്യം കിട്ടണം, ഞങ്ങൾക്ക് വേണം അധികാരം, ഞങ്ങൾ എവിടെയുള്ള ഭൂരിപക്ഷം ചവിട്ടി മതിക്കുന്നു. അള്ളാഹു ചോദിക്കുന്നു, വയജ്അലുകും ഖുലഫാഅൽ അർദ്, ആരാണ് നിങ്ങൾക്ക് അധികാരം നൽകുക? അള്ളാഹു മാത്രം. അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ശക്തമായ ദുആ. ദുരിതം വരുന്നവന് ഉത്തരം നൽകാൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കഷ്ടപ്പാടുകൾ തീർക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ദുരിതങ്ങളും സങ്കടങ്ങളും നമ്മുടെ പിടിയിലല്ല, റബ്ബിന്റെ ഖളാ ആണ്, റബ്ബിന്റെ ഖദറാണ്. അതിനെ തട്ടാൻ പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിയൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ വാചകമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇബാദത്തുകളിലെ ഏറ്റവും ശക്തമായ ഇബാദത്താണ്. പ്രാർത്ഥന ഇബാദത്താണോ അല്ലയോ എന്ന് നമ്മൾ സംശയിക്കേണ്ട. പ്രാർത്ഥന ഇബാദത്തുകളുടെ കൂട്ടത്തിലെ ഏറ്റവും ശക്തമായ ഇബാദത്ത്. അതിന് കാരണം എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഒന്നാമത്തെ കാരണം, അള്ളാഹുവിനുള്ള അടിമത്വം, അള്ളാഹുവിന്റെ മുമ്പിലുള്ള അടിമത്വം, അള്ളാഹുവിന്റെ മുമ്പിലുള്ള വിധേയത്വം ഏറ്റവും കൂടുതൽ പുറത്തു കാണുന്നത് പ്രാർത്ഥനയിലാണ്. കാരണം നമുക്ക് താങ്ങാനാവാത്ത സന്ദർഭം നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. നാഥാ, നീയല്ലാതെ, നമ്മുടെ വാചകം, നീയല്ലാതെ എനിക്ക് രക്ഷ നൽകാൻ ആരുമില്ല. ആ പ്രാർത്ഥന, ആ ദുആ, ഒന്നാമത്തെ കാരണം അതാണ്.
അത് വളരെ പ്രധാനപ്പെട്ട കാരണം. 2, ഏതൊരു മനുഷ്യന്റെയും മനസ്സ് മന്ത്രിക്കുന്നതും ആഗ്രഹിക്കുന്നതുമാണ് ഒരു കഷ്ടപ്പാട് വരുമ്പോൾ, താങ്ങാനാവാത്ത പ്രയാസം വരുമ്പോൾ അത് വെക്കാനുള്ള ഒരു അത്താണി വേണം. ആരാണ് ആ അത്താണി? ആ അത്താണി റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അദ്ദുആഉ ഹുവൽ ഇബാദ. ആർക്കെങ്കിലും വല്ല സംശയവും വേണോ? അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ പ്രാർത്ഥന ഇബാദത്ത് തന്നെയാണ്. പ്രാർത്ഥന ഇബാദത്ത് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു, എന്നോട് മാത്രം നിങ്ങൾ ദുആ ചെയ്യുക. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങളുടെ ദുആക്ക് ഉത്തരം ചെയ്യും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നോട് മാത്രം ദുആ ചെയ്യുക എന്ന ഈ ഇബാദത്ത് ചെയ്യാതെ അഹങ്കരിച്ചു നിൽക്കുന്നവരെ. അങ്ങനെയാണല്ലോ, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചാ പോരാന്ന് എവിടുന്ന് കിട്ടി? അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരിക്കൽ പോലും അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിച്ചിട്ടില്ല. ലോകത്ത് അള്ളാഹു നിയോഗിച്ച ഒരൊറ്റ നബിയും അമ്പിയാക്കളിലോ മുർസലീങ്ങളിലോ പെട്ട ഒരൊറ്റ ആളും പടച്ച റബ്ബിനോടല്ലാതെ പ്രാർത്ഥിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണും മുഴത്തിന് മുഴമായി പിൻപറ്റിയ, അദ്ദേഹത്തിന്റെ പാദങ്ങൾ വെച്ച സ്ഥലത്ത് പാദങ്ങൾ വെച്ച് അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്ന, അദ്ദേഹത്തിന് വുളുവിന് വെള്ളം കൊടുത്ത, അദ്ദേഹത്തെ തൊട്ട, അദ്ദേഹത്തെ അറിഞ്ഞ, അദ്ദേഹത്തെ മനസ്സിലാക്കിയ സഹാബത്തോ ആ സഹാബികളെ പിന്തുടർന്ന താബിഈകളോ താബിഈകളോ അഇമ്മത്തുകളോ മദ്ഹബിന്റെ പണ്ഡിതന്മാരിൽ ആരെങ്കിലുമോ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്തതായി എവിടെയും രേഖപ്പെടുത്തി കാണുന്നില്ല. പിന്നെ എവിടുന്ന് കിട്ടി? അതാണ് അല്ലാഹ് പറഞ്ഞത്, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി. കിബ്ർ കൊണ്ടുവന്നതാ. പോരാ, റബ്ബ് പോരാ എന്ന കിബ്ർ, റബ്ബ് പോരാ എന്ന കിബ്ർ. അല്ലാഹ് പറയുന്നു, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണമായി അത് മാറും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരാ, നാം മനസ്സിലാക്കണം, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നാം അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണമെന്ന് അള്ളാഹുവിന് നിർബന്ധമൊന്നുമില്ല. അള്ളാഹുവിന് നിർബന്ധമൊന്നുമില്ല, നമുക്കുണ്ടാകേണ്ട നിർബന്ധമാണത്. എന്തുകൊണ്ട് സഹോദരന്മാരെ? വിശുദ്ധ ഖുർആൻ നമ്മോട് വളരെ ശക്തമായ രൂപത്തിൽ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു. ഓരോ സ്ഥലങ്ങളിലും അള്ളാഹുവിന്റെ ആയത്തുകൾ ഓരോന്ന് ഊന്നി പറയുന്ന സ്ഥലത്തും നമ്മുടെ മനസ്സുകൾ അള്ളാഹുവിലേക്ക് തിരിയേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. മനുഷ്യരിലേക്കും പണത്തിലേക്കും ബാങ്കിലേക്കും ഒക്കെ മനുഷ്യന്റെ മനസ്സ് തിരയും, അള്ളാഹുലേക്ക് തിരിയൂല. അല്ലാത്ത പല സൃഷ്ടികളിലേക്കും തിരിയും, പക്ഷെ അള്ളാഹുവിലേക്ക് തിരിയൂല. അള്ളാഹു ചോദിക്കുന്നു, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ സാധ്യമല്ലാത്ത അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ വഴികേടിലായവൻ ആരുണ്ട്? എന്തൊരു ചോദ്യ! വമൻ അദല്ലു, വഴികേടിലായവൻ ആരുണ്ട്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരേക്കാൾ. മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവർക്ക് ഉത്തരം കിട്ടുകയില്ല. ഇത് അല്ലാഹുവിന്റെ ഖുർആനാ. എന്ന് മാത്രമല്ല, വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, നിങ്ങൾ ആരോടാണോ ദുആ ചെയ്യുന്നത് അവർ ആ ദുആയെക്കുറിച്ച് അശ്രദ്ധരാണ്. സൂറത്തുൽ അഹ്ഖാഫിലെ 5-ാമത്തെ വചനം വായിച്ചു നോക്കാം, എല്ലാവർക്കും വായിച്ചു നോക്കാം. എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി അള്ളാഹു അവിടെ ചേർത്ത് പറഞ്ഞു, വഇദാ ഹുശിറന്നാസ്, ജനങ്ങൾ മഹ്ശറയിൽ ഒരു അല്ലാഹു അല്ലാത്ത ആരോടാണോ ദുആ ചെയ്തത് ആ ആളുകൾ ഇവരുടെ ശത്രുക്കളായി മാറും. അവര് പറയും, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമോ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, ഇവർ ചെയ്തിരുന്ന ഈ ഇബാദത്തിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. ദുആ എന്നത് ഇബാദത്താണ്, അവർ നിഷേധിക്കും. വളരെ വ്യക്തമാണ്, വിശുദ്ധ ഖുർആനിന്റെ ശക്തമായ പഠനമാണ്. സൂറത്തുർ റഅദിലെ 14-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, ലഹു ദഅവത്തുൽ ഹഖ്, അവനാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥനക്കർഹത. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈ, അല്ലാഹു അല്ലാതെ ആരോടെല്ലാം അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവോ, ലാ യസ്തജീബൂന ലഹും ബിശൈ, ഒരു നിലക്കും അവർക്ക് അവർ ഉത്തരം നൽകുകയില്ല. ലാ യസ്തജീബൂന ലഹും ബിശൈ, ഷൈ എന്ന് പറഞ്ഞ അറബി ഭാഷയിൽ ഏറ്റവും ചെറിയ വസ്തുവാണ്. ഏറ്റവും ചെറിയ രൂപത്തിൽ പോലും ഉത്തരം നൽകാൻ അവർക്ക് സാധ്യമേയല്ല.